നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസർ വേഴ്സസ് അൽ വെഹ്ദ മത്സരത്തിൽ ക്രിസ്ത്യാനോ ഒരു ഗോൾ അടിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്ക് എതിർ ടീം ഡിഫൻഡറുടെ കയ്യിൽ കൊണ്ടതിനാണ് പെനാൽറ്റി വിധിക്കുന്നത്. അദ്ദേഹം വിൻ ചെയ്ത പെനാൽറ്റിയാണ് കളിയുടെ അവസാന ഘട്ടം. പക്ഷേ ക്രിസ്ത്യാനോ പെനാൽറ്റി എടുത്തില്ല. ടീമിൻ്റെ ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അദ്ദേഹമാണ് നായകൻ അവിടെ എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു തീരുമാനം എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഗോൾഡൻ ബൂട്ട് റേസിൽ കരീം ബെൻസീമയുമായിട്ട് പോരാട്ടത്തിലാണ് ക്രിസ്ത്യാനോ. ബെൻസീമയും CR7 16 വീതം ഗോളുകളായിരുന്നു ഈ കളിക്ക് മുമ്പ്. ഇപ്പോൾ CR7 ഈ കളിയിൽ ഒരു ഗോൾ അടിച്ചു, 17 പെനാൽറ്റി കൂടി അദ്ദേഹം എടുത്തടിച്ചിരുന്നെങ്കിൽ 18 ബെൻസീമയുമായിട്ട് ഒരു അന്തരം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ അതിന് മുതിർന്നില്ല. അതിനേക്കാൾ വലിയ പ്രാധാന്യം, തൻ്റെ നേട്ടത്തെക്കാൾ വലിയ പ്രാധാന്യം തൻ്റെ ടീംമേറ്റിൻ്റെ കോൺഫിഡൻസ് ഉയർത്തുക എന്നുള്ളതിനാണ് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ മനസ്സിലാക്കി. അദ്ദേഹം തിരിച്ചറിഞ്ഞ് കാര്യം ചെയ്തു. സാദിയോ മാനെ കഴിഞ്ഞ 9 കളികളായിട്ട് അൽ നസറിനായിട്ട് ഗോൾ അടിച്ചിട്ടില്ല. അദ്ദേഹം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ പെനാൽറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാനയ്ക്ക് നൽകി. മാനെ അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. യെസ്, ഒരു ട്രൂ ലീഡറെയാണ് നമ്മളിവിടെ കണ്ടത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ പൊളിച്ചടുക്കി മുന്നോട്ട് പോവുകയാണ്. 40-കാരനാണ് ഈ കളി. 40-കാരൻ എന്ന് പറയുമ്പോൾ വെറ്ററൻ പ്ലെയറാണ്. അങ്ങനെ വേണ്ട, 40-കാരൻ പയ്യൻ എന്ന രൂപത്തിലാണ് അദ്ദേഹം കളിക്കളത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗോളോടുകൂടി ഈ സീസണിൽ 17 ഗോളുകളായി. സൗദി പ്രോ ലീഗിൽ ഒന്നാമത്. 25 ഗോളുകളായി എല്ലാ ക്ലബ് കോമ്പറ്റീഷനുകളിലുമായിട്ട്. 89 ടോട്ടൽ അൽ നസർ ഗോളുകളായി. 2025 9 ഗോളുകളായി കഴിഞ്ഞു എന്നർത്ഥം. 564 ഓൾ ടൈം ലീഗ് ഗോളാണ് ഇന്നലെ അദ്ദേഹം നേടിയത്. 790 ഓൾ ടൈം ക്ലബ്ബ് ഗോളാണ് അദ്ദേഹം ഇന്നലെ നേടിയത്. 925 സീനിയർ കരിയർ ഗോളാണ് നേടിയിരിക്കുന്നത്. യെസ്, CR7 1000 എന്നുള്ള ആ വലിയ മൈൽ സ്റ്റോണിലേക്കുള്ള പ്രയാണത്തിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.